ഇന്നിവിടെ വന്നിരിക്കുന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയിലെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കേരള നവോത്ഥാന നായകന്മാരിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്യുകയാണ്. നമുക്ക് നേരെ എങ്ങോട്ട് കിടക്കാം? ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് പൊയ്കയിൽ യോഹന്നാൻ. പൊയ്കയിൽ യോഹന്നാൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പൊയ്കയിൽ യോഹന്നാൻ ഏതു പേരിൽ അറിയപ്പെടുന്നു? പൊയ്കയിൽ യോഹന്നാൻ ഒരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്നു. പൊയ്കയിൽ യോഹന്നാൻ ഈസ് നോൺ ആസ് കേരള നെപ്പോളിയൻ. അതുപോലെ തന്നെ പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെടുന്നു. ആര് തന്നെയാണ്? പൊയ്കയിൽ യോഹന്നാനാണ്. പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെടുന്നു. കുമാരഗുരുദേവൻ എന്നും അറിയപ്പെടുന്നത് ആര് തന്നെയാണ്? പൊയ്കയിൽ യോഹന്നാനാണ്. അതുപോലെ തന്നെ പൊയ്കയിൽ യോഹന്നാനെ കുറിച്ച് പറയുമ്പോൾ, പൊയ്കയിൽ യോഹന്നാൻ ഫൗണ്ടഡ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ഓൺ 1909. 1909 പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചതാരാണ്? പൊയ്കയിൽ യോഹന്നാനാണ്. അതുപോലെ പറയുകയാണെങ്കിൽ ജാതി മേധാവിത്വങ്ങൾക്കെതിരെ അടിലഹള നടത്തിയതും ആര് തന്നെയാണ്? പൊയ്കയിൽ യോഹന്നാനാണ്. ആരാണ്? പൊയ്കയിൽ യോഹന്നാനാണ്. പൊയ്കയിൽ യോഹന്നാന്റെ ജന്മദേശം പത്തനംതിട്ട ജില്ലയിലുള്ള ഇരവിപേരൂരാണ്. ബർത്ത് പ്ലേസ് ഓഫ് പൊയ്കയിൽ യോഹന്നാൻ. ആൻസർ ഇരവിപേരൂർ. ഇരവിപേരൂർ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ്. അതുപോലെ തന്നെ നമ്മൾ ഇനി പറയുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയെ കുറിച്ചാണ്. ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന് പറയുമ്പോൾ യഥാർത്ഥ പേര്, റിയൽ നെയിം എന്താണ്? കാരാട്ട് ഗോവിന്ദമേനോൻ. റിയൽ നെയിം കാരാട്ട് ഗോവിന്ദമേനോൻ എന്നാണ്. അതുപോലെ ബ്രഹ്മാനന്ദ ശിവയോഗിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ബ്രഹ്മാനന്ദ ശിവയോഗി പറയുകയുണ്ടായി, മനസ്സാണ് ദൈവം. ബ്രഹ്മാനന്ദ ശിവയോഗി കോൾഡ് മൈൻഡ് ആസ് ഗോഡ്. മൈൻഡ് ആസ് ഗോഡ്, മനസ്സാണ് ദൈവം എന്ന് പറയുകയുണ്ടായി. അതുപോലെ ബ്രഹ്മാനന്ദ ശിവയോഗിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഏതു പേരിൽ അറിയപ്പെടുന്നു? കേരളത്തിന്റെ ഭാസ്കരാചാര്യൻ എന്നറിയപ്പെടുന്നു. ഭാസ്കരാചാര്യ ഓഫ് കേരള. ആൻസർ ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗി. ഗുരു ഓഫ് വാക്ഫടാനന്ദൻ. വാക്ഫടാനന്ദന്റെ ഗുരു ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. വാക്ഫടാനന്ദന്റെ ഗുരുവുമാര് തന്നെയാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അതുപോലെ പറയുകയാണെങ്കിൽ 1918 ആനന്ദ മഹാസഭ സ്ഥാപിച്ചതാരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. 1918 ആനന്ദ മഹാസഭ സ്ഥാപിച്ചു ആര്? ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗി ഫൗണ്ടഡ് ആനന്ദ മഹാസഭ ഓൺ 1918. 1918. അതുപോലെ 1893 ആലത്തൂരിനടുത്ത് സിദ്ധാശ്രമം സ്ഥാപിച്ചു ആര്? ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗി ഫൗണ്ടഡ് സിദ്ധാശ്രമം ഓൺ 1893 അറ്റ് ആലത്തൂർ. ആലത്തൂരിനടുത്ത് സിദ്ധാശ്രമം സ്ഥാപിക്കുകയുണ്ടായി ആര്? ബ്രഹ്മാനന്ദ ശിവയോഗി. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ബ്രഹ്മാനന്ദ ശിവയോഗിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതുപോലെ അതിന്റെ മാസ്റ്റർ പീസാണിത്, മോക്ഷപ്രദീപം. മോക്ഷപ്രദീപം വാസ് റിട്ടൺ ബൈ ബ്രഹ്മാനന്ദ ശിവയോഗി. മോക്ഷപ്രദീപം വാസ് റിട്ടൺ ബൈ ബ്രഹ്മാനന്ദ ശിവയോഗി. ആനന്ദ കുമ്മി, ആനന്ദ വിമാനം, മോക്ഷപ്രദീപം ഇതൊക്കെ ആരുടെ ബുക്കുകളാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ബുക്കുകളാണ്. ആനന്ദ കുമ്മി, ആനന്ദ വിമാനം, മോക്ഷപ്രദീപം തുടങ്ങിയ ആരുടെ ബുക്കുകളാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ബുക്കുകളാണ്. അതുപോലെ തന്നെ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ബുക്കുകളാണ് കേട്ടോ. നമ്മൾ ഇനി പറയുന്നത് വാക്ഫടാനന്ദനെ കുറിച്ചാണ്. വാക്ഫടാനന്ദൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വാക്ഫടാനന്ദന്റെ ആദ്യകാല പേരെന്താണ്? കുഞ്ഞിക്കണ്ണൻ. വാക്ഫടാനന്ദന്റെ ആദ്യകാല പേര് കുഞ്ഞിക്കണ്ണൻ. കുഞ്ഞിക്കണ്ണന് വാക്ഫടാനന്ദൻ എന്ന പേര് നൽകി ആര് നൽകി? കുഞ്ഞിക്കണ്ണന് വാക്ഫടാനന്ദൻ എന്ന പേര് നൽകിയത് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗി gives the name വാക്ഫടാനന്ദ. വാക്ഫടാനന്ദ എന്ന പേര് നൽകിയതാരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അതുപോലെ വാക്ഫടാനന്ദനെ കുറിച്ച് പറയുകയാണെങ്കിൽ, വാക്ഫടാനന്ദന്റെ ജന്മദേശം എവിടെയാണ്? പാട്യം. കണ്ണൂർ ജില്ലയിലെ പാട്യമാണ്. ബർത്ത് പ്ലേസ് ഓഫ് വാക്ഫടാനന്ദ. ആൻസർ പാട്യം അറ്റ് കണ്ണൂർ ഡിസ്ട്രിക്റ്റ്. കണ്ണൂർ ജില്ലയിലുള്ള പാട്യമാണ്. അതുപോലെ വാക്ഫടാനന്ദനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1920 ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചു. വാക്ഫടാനന്ദ ഫൗണ്ടഡ് ആത്മവിദ്യാ സംഘം ഓൺ 1920. 1920 ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചു.
അതുപോലെ തന്നെ വിദ്യാസംഘത്തിലെ മുഖപത്രമായിരുന്നു ഏത്? അഭിനവ കേരളം. അഭിനവ കേരളം പുറത്തിറങ്ങിയ വർഷം 1921. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ 1906 കോഴിക്കോട്ട് തത്വപ്രകാശിക എന്ന സംസ്കൃത വിദ്യാലയം ആരംഭിച്ചു ആര്? വാഗ്ഭടാനന്ദ ഫൗണ്ടഡ് ദ സാൻസ്ക്രിറ്റ് സ്കൂൾ തത്വപ്രകാശിക അറ്റ് കോഴിക്കോട് അറ്റ് കാലിക്കറ്റ് ഓൺ 1906. 1906 തത്വപ്രകാശിക എന്ന സംസ്കൃത വിദ്യാലയം ആര് സ്ഥാപിക്കുകയുണ്ടായി? വാഗ്ഭടാനന്ദൻ സ്ഥാപിക്കുകയുണ്ടായി. അതുപോലെ തന്നെ വാഗ്ഭടാനന്ദൻ ജീവിതത്തിലെ റോൾ മോഡലാക്കിയത് ആരെയായിരുന്നു? അദ്ദേഹം ജീവിതത്തിലൊരു റോൾ മോഡലാക്കിയത് ആരെയായിരുന്നു? രാജാറാം മോഹൻ റോയ് ആയിരുന്നു കേട്ടോ. റോൾ മോഡൽ ഓഫ് വാഗ്ഭടാനന്ദ. ആൻസർ രാജാറാം മോഹൻ റോയ്. അതുപോലെ 1932 ഗുരുവായൂർ സത്യാഗ്രഹികളെ അഭിസംബോധന ചെയ്ത് ആര് പ്രസംഗിച്ചു? വാഗ്ഭടാനന്ദൻ പ്രസംഗിക്കുകയുണ്ടായി. 1932 ഗുരുവായൂർ സത്യാഗ്രഹികളെ അഭിസംബോധന ചെയ്ത് പ്രസംഗം നടത്തിയത് ആരാണ്? ആൻസർ വാഗ്ഭടാനന്ദനാണ്. നമ്മൾ വാഗ്ഭടാനന്ദനെ കുറിച്ച് പറഞ്ഞു, ബ്രഹ്മാനന്ദ ശിവയോഗിയെ കുറിച്ച് പറഞ്ഞു, വാഗ്ഭടാനന്ദനെ കുറിച്ച് പറഞ്ഞു, ബ്രഹ്മാനന്ദ ശിവയോഗിയെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ വാഗ്ഭടാനന്ദൻ, ബ്രഹ്മാനന്ദ ശിവയോഗി, അതുപോലെ പൊയ്കയിൽ യോഹന്നാനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പറയുകയാണ്. ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുന്നു. ചട്ടമ്പി സ്വാമികളുടെ ആദ്യകാല പേരെന്താണ്? കുഞ്ഞൻ പിള്ള. റിയൽ നെയിം ഓഫ് ചട്ടമ്പി സ്വാമികൾ. ആൻസർ കുഞ്ഞൻ പിള്ള. അതുപോലെ ബർത്ത് പ്ലേസ് ഓഫ് ചട്ടമ്പി സ്വാമികൾ എവിടെയാണ്? കണ്ണൻമൂല. തിരുവനന്തപുരത്തുള്ള കണ്ണൻമൂലയിലാണ്. ചട്ടമ്പി സ്വാമികളുടെ വീട്ടുപേരെന്താണ്? കൊല്ലൂർ മഠം. ഹൗസ് നെയിം ഓഫ് ചട്ടമ്പി സ്വാമികൾ. ആൻസർ കൊല്ലൂർ മഠം. ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ചട്ടമ്പി സ്വാമികളുടെ ഫേമസ് ബുക്സ് ആണ് ഏതൊക്കെയാണ്? പ്രാചീന മലയാളം, അദ്വൈത ചിന്താപദ്ധതി, വേദാധികാര നിരൂപണം തുടങ്ങിയവ കേട്ടോ. പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം, അതുപോലെ തന്നെ അദ്വൈത ചിന്താപദ്ധതി. ദീസ് ആർ ദ വർക്ക്സ് ഓഫ് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികൾക്ക് വേണ്ടി ശ്രീനാരായണ ഗുരു സമർപ്പിച്ച കൃതി ഏതാണ്? നവമഞ്ജരി. ശ്രീനാരായണ ഗുരു ഡെഡിക്കേറ്റഡ് വിച്ച് ബുക്ക് ഡെഡിക്കേറ്റഡ് ശ്രീനാരായണ ഗുരു ടു ചട്ടമ്പി സ്വാമികൾ? ചട്ടമ്പി സ്വാമികൾക്ക് വേണ്ടി ശ്രീനാരായണ ഗുരു സമർപ്പിച്ച കൃതി ഏതാണ്? നവമഞ്ജരിയാണ്. നവമഞ്ജരിയാണ്. അതുപോലെ തന്നെ ഷൺമുഖദാസൻ എന്നറിയപ്പെടുന്ന ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. കാവിധരിക്കാത്ത സന്യാസി എന്നും കമണ്ടലു ധരിക്കാത്ത സന്യാസി എന്നും അറിയപ്പെടുന്ന ആര് തന്നെയാണ്? ചട്ടമ്പി സ്വാമികളാണ്. കാവിധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്നു, കമണ്ടലു ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്നു, അതുപോലെ അറിയപ്പെടുന്നു ഷൺമുഖദാസൻ എന്നും അറിയപ്പെടുന്ന ആര് തന്നെയാണ്? ഇദ്ദേഹമാണ്. അതുപോലെ തന്നെ ഗുരുവാരായിരുന്നു? ചട്ടമ്പി സ്വാമികളുടെയും ശ്രീനാരായണ ഗുരുദേവന്റെയും അതുപോലെ തിരുവിതാംകൂർ മഹാരാജാവായ സ്വാതി തിരുനാളിന്റെയും ഗുരുവാരായിരുന്നു? തൈക്കാട് അയ്യാ ഗുരുവായിരുന്നു. അതുപോലെ തന്നെ കേരള യോഗീശ്വരൻ എന്നറിയപ്പെടുന്ന ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികൾ ഈസ് നോൺ ആസ് കേരള യോഗീശ്വരൻ എന്നറിയപ്പെടുന്നു. അതുപോലെ സദ്യ നടത്തിയ നായകൾക്ക് സദ്യ നടത്തിയ ഒരു നവോത്ഥാന നായകൻ അല്ലെങ്കിൽ സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയായിരുന്നു ആര്? ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യാണ്. ചട്ടമ്പി സ്വാമികളുടെ സമാധി എവിടെയാണ്? ചട്ടമ്പി സ്വാമികളുടെ സമാധി നമുക്ക് എല്ലാവർക്കും അറിയാം. കൊല്ലം ജില്ലയിലെ പന്മനയാണ് കേട്ടോ. കൊല്ലം ജില്ലയിലെ പന്മനയിലാണ് ചട്ടമ്പി സ്വാമികളുടെ സമാധി. കാട്ടിലെ അമ്പലത്തിനടുത്തായിട്ടാണ്. കാട്ടിൽ മേക്കതൊരു ക്ഷേത്രം, കേരളത്തെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് കാട്ടിൽ മേക്കതൊരു ക്ഷേത്രം. കാട്ടിൽ മേക്കതൊരു ക്ഷേത്രത്തിന്റെ അടുത്തായിട്ടാണ് ഈ പന്മന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. കാട്ടിൽ മേക്കതൊരു ക്ഷേത്രത്തിന്റെ അടുത്തായിട്ടാണ് കേട്ടോ. ഞാൻ 1-2 തവണ കാട്ടിൽ മേക്കതൊരു ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്. ഇപ്പം ഈ അടുത്ത സമയത്തൊന്നും പോയിട്ടില്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു 2 വർഷത്തിലെങ്കിലും ആയിട്ടാണ്. അതിന് മുമ്പ് പോയിട്ടുണ്ട്. അപ്പം കാട്ടിൽ മേക്കൽ അമ്പലത്തിൽ ക്ഷേത്രത്തിൽ പോയപ്പോൾ ഞാൻ ഈ പന്മന ഈ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കാണുകയുണ്ടായി. അതുപോലെ ചട്ടമ്പി സ്വാമിയുടെ സമാധി പന്മനയിലാണ്. അത് നേരത്തെ ഒരിക്കൽ കണ്ടിട്ടുമുണ്ട് കേട്ടോ. ഇപ്പം തൽക്കാലം ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. ചട്ടമ്പി സ്വാമിയുടെ സമാധി എവിടെയാണ്? പന്മനയിലാണ്. അപ്പം
ഞാൻ ഇന്നിവിടെ വന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയിലെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും വീഡിയോ കാണുക, നിങ്ങൾക്ക് യൂസ്ഫുള്ളായ ക്വസ്റ്റ്യൻസാണ്. ദീപം ലോ അക്കാഡമിയിലുള്ള സ്റ്റുഡൻസ് വീഡിയോ കാണുക. അപ്പോൾ വീഡിയോ കാണുക, കേട്ട് പഠിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇത് ഏവർക്കും കാണാവുന്നതാണ്, കേട്ട് പഠിക്കാവുന്നതാണ്. നിങ്ങൾക്കിത് യൂസ്ഫുള്ളാണ്. മത്സര പരീക്ഷകളൊക്കെ എഴുതുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിത് പ്രയോജനപ്പെട്ടേക്കാം.